കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ നിർവഹിച്ചിരുന്ന ധാരാളം വൈദികരുണ്ട്. 99% വൈദികരും ആ ഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചിലർ സ്വന്തം ഭദ്രാസനത്തിൽ നിന്ന് അവധിയെടുത്ത് കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ കുടിയേറുന്ന ഒരു പ്രവണത കാണുന്നു. ഒന്നെങ്കിൽ പഠനാർത്ഥം പോയി 1 വർഷത്തേക്കുള്ള അവധി കഴിഞ്ഞിട്ടും ദീർഘകാലം അവധിയെടുത്ത് തുടരുന്ന സാഹചര്യങ്ങളും ഈ സഭയിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം സഭയിലും ഭദ്രാസനത്തിലും നിന്ന് ആവശ്യമായ കരുതലോ ആനുകൂല്യങ്ങളോ ലഭിക്കാതിരുന്നിട്ടും ആരോടും പരിഭവം പറയാതെ ആത്മാർത്ഥമായി ശുശ്രൂഷ തുടരുന്ന ശുശ്രൂഷ മനോഭാവമുള്ള ധാരാളം വൈദികർ ഈ സഭയ്ക്കുണ്ട്. അതുപോലെ തന്നെ സന്യാസ സമൂഹത്തിൽ ജീവിക്കുന്ന സന്യസ്തരുമുണ്ട്. സ്വയം വേദനിച്ചാലും പൊതുവായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇടവക ശുശ്രൂഷയായാലും ആശ്രമത്തിലെ പ്രധാന ചുമതലകൾ വഹിക്കുന്നവരായാലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. ശുശ്രൂഷ മനോഭാവമുള്ളവർ തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും പോലും ത്യജിച്ച് ദൈവത്തിനും സഭയ്ക്കുമായി അക്ഷീണമായി പ്രവർത്തിക്കുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി അവരുടെ അധ്വാനത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന വിധത്തിൽ ശുശ്രൂഷ മേഖലയിലിരിക്കുന്ന ചില വ്യക്തികളും അവർക്ക് പിന്തുണ നൽകുന്ന വിശ്വാസി സമൂഹവും ഉണ്ടെന്നത് വളരെ വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും സഭയുടെ പിതാക്കന്മാരുടെ ശ്രദ്ധയിലെത്തിച്ചാൽ പോലും അനുഭവസ്ഥർ പറയുന്നതിനേക്കാൾ അവർക്ക് താല്പര്യമുള്ള ചിലർ പറയുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ഇടവക ശുശ്രൂഷയായാലും സന്യാസ സമൂഹത്തിലായാലും സഭയുടെ സ്ഥാപനങ്ങളിലായാലും തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ മുന്നിലുണ്ട്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നുവെന്നത് സത്യമാണ്. എത്രയോ പിതാക്കന്മാരുടെയും വൈദികരുടെയും കണ്ണുനീർ ഇന്നും അവിടെ അവശേഷിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധിക്കാനും കമന്റ് ഇടാനും നാം മിടുക്കരാണ്. എന്നാൽ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരുടെ ഉള്ളം തൊട്ടറിയുന്ന എത്ര പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരു വ്യക്തി വൈദികനാകാൻ മനസ്സോടെ ഇറങ്ങി തിരിയുമ്പോൾ അവൻ ഏത് ആഗ്രഹത്തോടെയാണ് വന്ന സാഹചര്യം എന്തായിരുന്നു? അതിനുശേഷം അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഒരു രോഗത്തിന്റെ കാരണം കണ്ടെത്തണമെങ്കിൽ അതിന്റെ മൂല കാരണങ്ങൾ അന്വേഷിക്കണം. അതുപോലെ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്നവർ ഇന്നും ശുശ്രൂഷ തുടരുകയാണ്. അവരെ തകർക്കാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകളും അവർക്ക് സ്തുതിപാഠകരായി നിലകൊള്ളുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടെന്നത് നിഷേധിക്കാനാവില്ല. നാം സ്വയം മാറാതെ ഇതിന് എങ്ങനെ പരിഹാരമുണ്ടാകും? ഒരു ദേവാലയം പണിയണമെന്ന് ഒരു വികാരി തീരുമാനിക്കുമ്പോൾ അത് വികാരിയുടെ മാത്രം തീരുമാനമല്ല. അവിടെ കമ്മിറ്റിയുണ്ട്, പൊതുയോഗമുണ്ട്. അവരെല്ലാം ചേർന്നാണ് അത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഒരു കാര്യം വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. ഇടവക നമ്മുടെ ഭവനമാണ്. അവിടെ ആരെങ്കിലും വിള്ളൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. സഭയുടെ മുൻപാകെ ഉത്തരവാദിത്തമുള്ളവർ നേതൃത്വമായാലും ഭരണസമിതിയായാലും ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും വിശ്വാസികളും തങ്ങളുടെ വേദനകളും പ്രതിസന്ധികളും പറയുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് തങ്ങളുടെ താല്പര്യമുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നത് ഉചിതമല്ല. വൈദികരുടെ എണ്ണം കൂടുന്നു എന്ന കാരണത്താൽ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ മാറ്റി നിർത്തുന്നതും ശരിയായ സമീപനമല്ല. ശുശ്രൂഷ മേഖലകൾ വ്യാപിപ്പിക്കാനും ഇടവക ശുശ്രൂഷയ്ക്കൊപ്പം മിഷൻ ശുശ്രൂഷയ്ക്കും തക്കതായ കരുതൽ നൽകാൻ കഴിഞ്ഞാൽ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സുവിശേഷം അറിയിക്കുക എന്ന ക്രിസ്തുവിന്റെ കൽപ്പന ഒരു പരിധിവരെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു പുരോഹിതനായാലും ശുശ്രൂഷകനായാലും ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ മാത്രമേ മെത്രാപ്പോലിത്തമാരും വൈദികരും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മറ്റു ചില പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല? ചില ഇടവകകളിൽ വൈദികർ തന്നെ ദേവാലയത്തിന്റെ നടത്തിപ്പിനായി ആത്മാർത്ഥമായി അധ്വാനിക്കുമ്പോഴും സഭയും ഭദ്രാസനവും ആവശ്യപ്പെടുന്ന സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുമ്പോഴും ആ വൈദികൻ ഇത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന് അന്വേഷിക്കാൻ ആരും ശ്രമിക്കുന്നില്ല.
ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ തന്റെ വേദനകളും മാനസിക ശാരീരിക പീഡനങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉള്ളിലൊതുക്കി എന്നും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചും ജീവിക്കുന്ന ധാരാളം വൈദികരും സന്യസ്തരും ഈ സഭയ്ക്കുണ്ട്. ഈ സത്യം മനസ്സിലാക്കണം. വീണ്ടും പറയുന്നു, ഇടവകയിലായാലും സന്യാസ സമൂഹത്തിലായാലും സഭാ സ്ഥാപനങ്ങളിലായാലും കള്ളത്തരവും ദോഷകരവുമായ പ്രവർത്തനങ്ങളും നടത്തുന്നവർ മൊത്തത്തിലുള്ള നാശത്തിലേക്ക് സഭയെ നയിക്കുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിവും ധൈര്യവും ഉണ്ടാകണം. നടപടി എന്നത് സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ മാത്രമല്ല. ഇതര സഭകൾ ചെയ്യുന്നത് പോലെ അത്തരം വ്യക്തികളെ മിഷൻ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിച്ചാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനാൽ അവർക്ക് തന്നെ ഒരു രൂപാന്തരം സംഭവിക്കുമെന്ന് വിശ്വസിക്കാവുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് സഭയോടുള്ള സ്നേഹം കൊണ്ടാണെന്നത് മനസ്സിലാക്കാതെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനം ശരിയായതല്ല. ശുശ്രൂഷ ചെയ്യുന്നവരോടായാലും ആശ്രമത്തിൽ കഴിയുന്നവരോടായാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, തിരിച്ചു പോരെ എന്ന വാക്കുകൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് കേൾക്കുമ്പോൾ ആത്മാർത്ഥമായ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ വ്യക്തികളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നത് അത്യാവശ്യമാണ്. പറയുന്ന കാര്യങ്ങളുടെ സത്യം മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനുള്ള മനസ്സും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ പിതാക്കന്മാരുടെ അധ്വാനം നഷ്ടപ്പെടാതെ അനേകർക്ക് ദൈവിക പ്രകാശവും നന്മയുടെ പാതയും തുടർന്നു നൽകാൻ കഴിയും. അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ആത്മാക്കൾ ഈ ലോകത്ത് നിന്ന് പോയ ശേഷവും വേദന അനുഭവിക്കേണ്ടി വരും. അവരുടെ പാരമ്പര്യവും ആത്മീയ ഭൗതിക സംഭാവനകളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ വീര്യം തകർക്കപ്പെടുമ്പോൾ അവർ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും സഭയുടെ മേൽ വീഴുന്ന കണ്ണുനീർ തന്നെയാണ്. ഉറക്കം നടിക്കാതെ കണ്ണു തുറന്ന് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും അവബോധം നേടാനും ശുശ്രൂഷയിലുള്ളവർക്കും സഭയെ സ്നേഹിക്കുന്നവർക്കും സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നവർക്കും ഇത് പ്രചോദനമാകട്ടെ. സന്യാസ സമൂഹത്തിലെ സന്യസ്തർ എല്ലാം ഉപേക്ഷിച്ച് ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിയുമ്പോൾ അവരെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട്. ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് സന്യാസ സമൂഹത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അതിനാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന മനോഭാവം ശരിയല്ല. പലപ്പോഴും ഈ സമീപനം ദുരന്തപരമായ അനന്തരഫലങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ച ദൈവിക ശുശ്രൂഷകർ സഭയിലുണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ല. സഭ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നവർ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ശേഷം കണ്ണീരൊഴുക്കുകയോ അനുശോചനങ്ങൾ നടത്തുകയോ പരസ്പരം കുറ്റം പറയുകയോ ചെയ്താൽ കാര്യമില്ല. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. നേതൃത്വമോ പിതാക്കന്മാരോ മാനേജിംഗ് കമ്മിറ്റിയോ മാത്രമല്ല, വിശ്വാസികളും വൈദികരും സന്യാസികളും എല്ലാവരും ചേർന്നതാണ് സഭ. നമുക്ക് ഓരോരുത്തർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. വിമർശിക്കുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. ഇതര സഭകളിലെ വൈദികരും സന്യാസികളും നൃത്തം ചെയ്യുമ്പോൾ കൈയടിക്കുകയും നമ്മുടെ സഭയിലെ അഭിഷിക്തർ അത് ചെയ്യുമ്പോൾ വിമർശിക്കുകയും ചെയ്യുന്നത് ന്യായമാണ്. നമ്മുടെ സഭയിലെ വൈദികരും സ്ഥാനികളുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. വൈദികർ അവരുടെ ശുശ്രൂഷയെ മറന്ന് ആട്ടവും പാട്ടും ഒന്നും നടത്തരുത്. പൊതുസമൂഹം വിമർശിക്കുമെന്നും അവരൊക്കെ കാണുന്നുണ്ടെന്നുമുള്ള ബോധമുണ്ടാക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ കാസ, ധൂപക്കുറ്റി മുതലായവ ആക്രിക്കാർക്ക് നൽകുകയോ നൽകാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നത് വേദനാജനകമാണ്. വിശുദ്ധിമാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാളുകൾ ആഘോഷങ്ങളാക്കുമ്പോൾ പ്രദക്ഷിണങ്ങളിൽ പങ്കാളികളാകുന്ന ചില വിശ്വാസികൾ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പങ്കെടുക്കുന്നതും ബാൻഡ്, ഡിസ്പ്ലേ തുടങ്ങിയവയുടെ പേരിൽ അതിര് കടക്കുന്ന പ്രകടനങ്ങൾ നടക്കുന്നതും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ ഒരു വൈദികൻ ശ്രമിച്ചാൽ, ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചാൽ പുരോഹിതൻ നേരിടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആലോചിക്കണം. 100% വൈദികരും പരിപൂർണരാണെന്ന് ആരും പറയുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോയോ സന്ദേശമോ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. അതിനു പകരം വ്യക്തിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ് ദൈവം പഠിപ്പിച്ച മാർഗം. തെറ്റുകൾ തിരുത്താൻ പറഞ്ഞിട്ടും സ്വീകരിക്കാത്ത പക്ഷം വിമർശിക്കാം, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം.
അവർ പോലും ഗൗരവത്തിൽ എടുക്കുന്നില്ലെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ അറിയിക്കേണ്ടതുള്ളൂ. നാം എല്ലാവരും ഒരു കാര്യം തിരിച്ചറിയണം. പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും അധ്വാനവും സഭയുടെ അടിത്തറയാണ്. തെറ്റ് ചെയ്യുന്നവരും അത് പൊതുമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നവരും മുറിവേൽപ്പിക്കുന്നത് പൂർവ്വ പിതാക്കന്മാരുടെ ഹൃദയത്തെയാണ്. എല്ലാവർക്കും തിരിച്ചറിവും ആത്മീയ ബോധവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.